കോട്ടയം മാടപ്പള്ളിയിൽ സിൽവർ ലൈൻ സർവേ കല്ലുകൾ പിഴുതുകളഞ്ഞു. സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിനെതിരായ പോലീസ് നടപടിക്ക് പിന്നാലെ ഇന്നലെ സ്ഥാപിച്ച കല്ലുകളാണ് പിഴുതുകളഞ്ഞത്. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ UDF സംഘം മാടപ്പള്ളിയിലെത്തും. ജി ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവെക്കുന്നു. ശ്രീജിത്ത്, ഈ സ്ഥാപിച്ച കല്ലുകൾ വലിയ പ്രതിഷേധം ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. തുടർന്ന് ഈ കല്ലുകൾ പിഴുതുമാറ്റിയ പശ്ചാത്തലമുണ്ട്. എന്താണ് പൊതുവെ സാഹചര്യം ഇന്ന്? മാടപ്പള്ളിയിൽ ജനങ്ങളുടെയൊക്കെ ശക്തമായൊരു പ്രതിഷേധം തുടരുന്ന കാഴ്ചയാണ് ഇന്നും കാണാൻ കഴിയുന്നത്. ഇന്ന് ഹർത്താൽ ദിനമാണ്. എന്തായാലും ഇന്നലെ ഈ ഭാഗത്താണ് കല്ലുകൾ ഇട്ടിരുന്നത്. സിൽവർ ലൈൻ കേരയിൽ ഉദ്യോഗസ്ഥരെത്തി കല്ലുകൾ ഇട്ടിരുന്നത്. പക്ഷെ അത് പൂർണ്ണമായും പിഴുത് മാറ്റിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് രാവിലെ കാണാൻ സാധിക്കുന്നത്. സാധാരണ സമരസമിതിയൊക്കെ എത്തി ആണ് ഇതൊക്കെ പിഴുതു മാറ്റാറുള്ളത്. പക്ഷെ ഇന്ന് ആരാണ് പിഴുതു മാറ്റിയത് എന്ന് വ്യക്തമല്ല. എന്തായാലും ഈ മേഖലയിൽ ഇന്നലെ 8ഓളം കല്ലുകളാണ് ഇട്ടത് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ ആ കല്ലുകളൊന്നും തന്നെ കാണാനില്ല എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. ഹർത്താലും ഒരു മേഖലയിൽ ശക്തമായി തന്നെ തുടരുകയാണ്. രാവിലെ മുതൽ ഹർത്താലാണ്. പക്ഷേ പ്രാദേശികമായ ഹർത്താലാണ്. നിയോജക മണ്ഡലത്തിൽ മാത്രമുള്ള ഹർത്താൽ ആയതിനാൽ തന്നെ കടകമ്പോളങ്ങൾ മാത്രം അടഞ്ഞു കിടക്കുന്നു. വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എവിടെയും അക്രമ സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അല്പസമയം കൂടി കഴിഞ്ഞ് പ്രകടനം, ഈ ഹർത്താൽ അനുകൂലികളുടെ പ്രകടനം ഉണ്ടാകും. ജനകീയ സമരസമിതിയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. UDFും BJPയും ഈ ഹർത്താലിനെ പിന്തുണയ്ക്കുന്നുമുണ്ട്. ഇന്ന് ഈ സംഭവം സംസ്ഥാന വ്യാപകമായി വലിയ ശ്രദ്ധ നേടിയ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ UDF നേതാക്കളുടെ സംഘം ഇന്നിവിടെ എത്തി മാടപ്പള്ളിയിലെ ജനങ്ങളെ സന്ദർശിക്കുന്നുണ്ട്. അവരോട് തുടർ സമരപരിപാടികൾ, സമരത്തിനുള്ള പിന്തുണ ഒക്കെ അറിയിക്കുന്നതിന് വേണ്ടി കൂടിയാണ് പ്രതിപക്ഷ നേതാവ് എത്തുന്നത്. ഒരുപക്ഷെ ഈ കേരയിൽ സമരം ഒരു സംസ്ഥാന വ്യാപകമായ വലിയ ശ്രദ്ധയിലേക്കും അതിന്റെ ഒരു ശക്തിയൊക്കെ വ്യാപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. പോലീസിന്റെ ക്രൂരമായ ഒരു അതിക്രമം എന്ന നിലയിലാണ് ഇതിനെ ഈ സമരസമിതിയും നാട്ടുകാരും ഒക്കെ കാണിക്കുന്നത്. സ്വാഭാവികമായും സ്ത്രീയെ വലിച്ചഴക്കുന്ന സംഭവം, കുട്ടികൾ വലിയ തോതിൽ നിലവിളിക്കുന്ന സംഭവമൊക്കെ ജനമനസാക്ഷിയെ അടക്കം വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയായി മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാർ ഇനി എന്ത് തുടർ നടപടി സ്വീകരിക്കും, ഇതേപോലെ അടിച്ചമർത്തലുമായി തന്നെ മുന്നോട്ട് പോകുമോ എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും ജനരോഷം തുടരുന്ന കാഴ്ച തന്നെയാണ് ഇന്നും മാടപ്പള്ളിയിലും ചങ്ങനാശ്ശേരിയിലും ഒക്കെ കാണാനുള്ളത്.